പുത്തൻ പ്രതീക്ഷകളുമായി പൊന്നിൻ ചിങ്ങമാസം പിറന്നു. പുതുവർഷത്തിലേക്ക് കടന്ന കാർഷിക കേരളം എല്ലാ പ്രേക്ഷകർക്കും ശുഭദിനം ആശംസിക്കുന്നു. നോക്കാം പ്രധാന വാർത്തകൾ. കാർഷിക പെരുമയിൽ ഇന്ന് ചിങ്ങപ്പുലരി. പ്രതീക്ഷയോടെ വരവേറ്റ് മലയാളികൾ. ഗുരുവായൂരിലും ശബരിമലയിലും ഭക്തജന തിരക്ക്. കാർഷിക ദിനമായി ആചരിക്കാൻ സർക്കാർ. വോട്ടർ പട്ടിക വിവാദം ശക്തമായിരിക്കെ ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ന് 3 മണിക്ക് മാധ്യമങ്ങളെ കാണും. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് ഇന്ന് ബീഹാറിൽ തുടക്കം. NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ ഇന്നറിയാം. പ്രഖ്യാപനം BJP പാർലമെന്ററി യോഗത്തിനു ശേഷം. പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ഇന്ത്യ സഖ്യത്തിന്റെ യോഗം നാളെ. നാമനിർദ്ദേശ പത്രിക നൽകാൻ 21 വരെ സമയം. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിലെ ഇളവുകൾക്കായുള്ള ചർച്ചകൾ നിർത്തിവെച്ച് അമേരിക്ക. ചർച്ചകൾക്കായി ഓഗസ്റ്റ് 25-ന് US സംഘം എത്തില്ലെന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു. തീരുമാനം ഇന്ത്യക്ക് തിരിച്ചടി. സംസ്ഥാനത്ത് പരക്കെ മഴ. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യത. സ്പാനിഷ് ലീഗിൽ ബാഴ്സലോണയ്ക്ക് വിജയത്തുടക്കം. മലോക്കയെ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ചു. പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കും ജയം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്ന് ആഴ്സണലുമായി ഏറ്റുമുട്ടും. കാർഷിക പെരുമ വിളിച്ചോതി ഇന്ന് ചിങ്ങപ്പുലരി. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ല ദിനങ്ങളെ പ്രതീക്ഷയോടെ വരവേൽക്കുകയാണ് മലയാളികൾ. വറുതികളുടെ പഞ്ഞമാസത്തിന് വിട. വെയിലിനും വിളവിനും പൊന്നിൻ നിറം പകരുന്ന ചിങ്ങം പിറന്നു. ആലസ്യതകൾ വിട്ടൊഴിഞ്ഞ് നവോന്മേഷത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും നല്ല ദിനങ്ങൾ ഓരോ മലയാളിക്കും ചിങ്ങം സമ്മാനിക്കുന്നു. ചിങ്ങം പിറന്നാൽ ചിത്തം നിറഞ്ഞെന്നാണ് ചൊല്ല്. കൊയ്തെടുത്ത നെല്ല് അറയും പറയും പത്തായവും നിറച്ചിരുന്ന സമൃദ്ധിയുടെ കാലത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. തുമ്പയും തുളസിയുമൊക്കെ തൊടികളിൽ നിറയുന്ന, മുക്കുറ്റിയുടെ തലപ്പത്തും മത്തൻ വള്ളികളിലുമൊക്കെ പൂക്കൾ വിരിയുന്ന കാലം. ഓണത്തുമ്പികൾ വട്ടമിട്ട് പറക്കുന്ന, പ്രകൃതിയും മനുഷ്യനും ഒന്നിച്ച് സന്തോഷിക്കുന്ന ആഘോഷകാലം. കാർഷിക സമൃദ്ധിയുടെ കാലം മാഞ്ഞു പോവുകയാണെങ്കിലും ചിങ്ങമൊന്ന് ഓരോ മലയാളിയുടെ മനസ്സിലും പച്ചപ്പ് നിറയ്ക്കുന്നു. പുതുതലമുറയിൽ കാർഷിക അവബോധം വളർത്തുന്നതിന് ഈ ദിനം ഏറെ ഉപകരിക്കുന്നു. രീതികളും ശീലങ്ങളും ഒക്കെ മാറിയെങ്കിലും ആചാരങ്ങളും ആഘോഷങ്ങളും കുറയ്ക്കാറില്ല മലയാളികൾ. ചിങ്ങം പിറക്കുന്നത് ഓണക്കാലത്തിന്റെ സമത്വസുന്ദരമായ സ്മരണയിലേക്കാണ്. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ല നാളുകളെ നമുക്ക് വരവേൽക്കാം. ന്യൂസ് ഡെസ്ക്, അമൃത TV. ചിങ്ങപ്പുലരിയിൽ മഴയെ അവഗണിച്ച് ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ്. ഇന്ന് പുലർച്ചെ 5-ന് ക്ഷേത്രനട തുറന്നതു മുതൽ ദർശനപുണ്യം തേടി ആയിരങ്ങളാണ് എത്തുന്നത്. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന ദീപം തെളിയിച്ചു. ഇന്ന് പതിവ് പൂജകൾ ഉണ്ടാകും. ഒപ്പം ഉഷപൂജയ്ക്ക് ശേഷം ശബരിമല കീഴ്ശാന്തിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പും നടക്കും. ദേവസ്വം കമ്മീഷണർ B. സുനിൽകുമാർ നറുക്കെടുപ്പ് നടപടികൾക്ക് നേതൃത്വം നൽകും. ഇന്ന് രാവിലെ തന്നെയാണ് പമ്പ ഗണപതി ക്ഷേത്രത്തിലെ മേൽശാന്തിമാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പും നടക്കുക. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് പമ്പ സ്നാനത്തിന് ഉൾപ്പെടെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഭക്തർക്ക് മല കയറുന്നതിനും ഇറങ്ങുന്നതിനും ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ചിങ്ങപ്പുലരിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലും വൻ ഭക്തജന തിരക്കാണ്. പുലർച്ചെ 3 മുതൽ ക്ഷേത്ര ദർശനം അവിടെ ആരംഭിച്ചു. തിരക്കുള്ളതിനാൽ ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ നിയന്ത്രണങ്ങളുമുണ്ട്. നീണ്ട നിരയാണ് ക്ഷേത്രത്തിൽ ഇപ്പോഴും അനുഭവപ്പെടുന്നത്. നിർമ്മാല്യ ദർശനം ആരംഭിച്ച ശേഷം ഉച്ചപൂജയ്ക്ക് നടയടയ്ക്കും. വൈകിട്ട് 4-ന് ശിവേലി ദർശനമുണ്ടാകും.
രാത്രി 9:30 നടയടയ്ക്കും. ഇന്നേ ദിവസത്തേക്ക് 160 വിവാഹങ്ങളാണ് ക്ഷേത്രത്തിൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. സെപ്റ്റംബർ 15 വരെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ 5 മണ്ഡപങ്ങളിലായി നടക്കുന്ന വിവാഹങ്ങളുടെ എണ്ണം ഇനിയും വർദ്ധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവും രാഹുൽ ഗാന്ധിയുടെ വോട്ട് കവർച്ച ആരോപണവും കത്തിനിൽക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് മാധ്യമങ്ങളെ കാണും. വൈകിട്ട് 3 മണിക്കാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ കമ്മീഷനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളെ കാണുന്നത്. പരാതി ഉള്ളവർ ആ സമയത്ത് തന്നെ പിഴവുകൾ ചൂണ്ടിക്കാണിക്കണമെന്നാണ് കമ്മീഷൻ പറയുന്നത്. ചില പാർട്ടികളും നേതാക്കളും വോട്ടർ പട്ടിക സംബന്ധിച്ച ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ അക്കാര്യം വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച സമയത്ത് തന്നെ ചൂണ്ടിക്കാണിക്കണമായിരുന്നുവെന്നും ഇന്നലെ കമ്മീഷൻ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. വോട്ടർ പട്ടിക ക്രമക്കേടിനും പരിഷ്കരണത്തിനുമെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് ഇന്ന് ബീഹാറിൽ തുടക്കമാകും. RJD നേതാവ് തേജസ്വി യാദവ് രാഹുലിനൊപ്പം യാത്രയിൽ പങ്കുചേരും. ഓഗസ്റ്റ് 30-ന് യാത്ര സമാപിക്കും. തുടർന്ന് സെപ്റ്റംബർ 1-ന് വോട്ടർ അധികാർ റാലി നടക്കും. പ്രതിപക്ഷ നിരയിലെ നേതാക്കൾ യാത്രയുടെ ഭാഗമാകും. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ വോട്ടർ പട്ടിക ക്രമക്കേട് ശക്തമായി ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഈ രാഹുൽ ഉയർത്തിയ എല്ലാ ആരോപണങ്ങൾക്കും ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയില്ലേ? ഗോപിക, രാജ്യത്ത് വലിയ രീതിയിൽ വോട്ട് മോഷണം ഉണ്ടായെന്നും ഇരട്ട വോട്ടുകൾ ചേർത്തുമെന്നും പറഞ്ഞാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ വ്യക്തമാക്കുന്നത്. രാഹുൽ ഗാന്ധി കർണാടകത്തിലെ മണ്ഡലത്തിലെ കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ ഗുരുതര ആരോപണം ഉന്നയിച്ചത്. അതിനുള്ള മറുപടിയാണ് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന് ചെറുരേഖ ഇന്നലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താക്കുറിപ്പ് പുറത്തുവിട്ടിരുന്നത്. അതിൽ തന്നെ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ പേര് പറയാതെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില നേതാക്കൾ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അവർക്ക് ആ പറഞ്ഞ സമയത്ത് തന്നെ കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താമായിരുന്നു. ആ സമയത്താണ് അതൊക്കെ ചൂണ്ടിക്കാണിക്കേണ്ടതെന്ന് മറുപടി നൽകിയത്. ഇതിനിടയിലാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോകുന്ന വോട്ടർ അധികാര യാത്ര ഇന്ന് ആരംഭിക്കുന്നത്. 1300 കിലോമീറ്ററാണ് ബീഹാറിൽ യാത്ര. 16 ദിവസം കൊണ്ട് 20 ജില്ലകളിലാണ് യാത്ര സഞ്ചരിക്കുന്നത്. ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് 12 മണിക്ക് സസാറാമിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. രാവിലെ 9:15 രാഹുൽ ഗാന്ധി ഡൽഹിയിൽ നിന്ന് ബീഹാറിലേക്ക് യാത്ര തിരിക്കും. അതിനുശേഷം ഈ യാത്രയിൽ പങ്കെടുക്കും. യാത്ര തുടങ്ങുന്നത് 12 മണിക്കാണ്. അതിനുശേഷം ഒരു ഇടവേളയുണ്ട്. അതിനുശേഷം ആ സമയത്ത് പ്രധാനപ്പെട്ട ബീഹാറിലെ നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. വീണ്ടും വൈകിട്ട് 7:30 ഔറംഗാബാദിലാണ് ഇതിന്റെ സമാപനം, ഇന്നത്തെ യാത്രയുടെ സമാപനം ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ ജനങ്ങളെ അദ്ദേഹം അഭിസംബോധന ചെയ്യും എന്നുള്ളതാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ 30-ാം തീയതിയാണ് ഈ യാത്ര ഔദ്യോഗികമായി അവസാനിക്കുന്നത്. 1-ാം തീയതി പാട്നയിൽ വലിയ റാലി, വോട്ടർ അധികാർ റാലി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ റാലിയിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തും. രാഹുൽ ഗാന്ധി തന്നെ പറയുന്നത് ഈ വോട്ട് ചേർക്കുമ്പോൾ അത് തന്റെ പേരിൽ മറ്റൊരാളില്ല എന്ന് ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്തം വോട്ടർമാർ കൂടിയുണ്ട്. അതിന് അവരെ ബോധവൽക്കരിക്കുക കൂടിയാണ് ഈ റാലിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ മഹാസഖ്യം, ഈ NDA നിലവിലുള്ള സഖ്യങ്ങൾ, അതായത് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളെ പൂർണ്ണമായി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ NDAയിൽ നിന്ന് ആരെങ്കിലേക്ക് ഇനി തെരഞ്ഞെടുപ്പുകൾ വരുന്ന സമയമാണ്, അതിലേതെങ്കിലും തരത്തിൽ വിള്ളലുണ്ടാക്കാൻ കഴിയുമെന്ന ചില നീക്കങ്ങൾ കൂടി രാഹുൽ ഗാന്ധിയുടെ അടക്കം ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഏറ്റവും നിർണായകമായ ഘട്ടത്തിലാണ് ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് 2 മാസം കൂടി കഴിയുമ്പോൾ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് ഏറ്റവും നിർണായകമായ ഈ ഘട്ടത്തിൽ അവിടെ നിന്ന് തന്നെ രാഹുൽ ഗാന്ധി റാലി ആരംഭിച്ചിരിക്കുന്നത്. പ്രശാന്ത്, അതോടൊപ്പം തന്നെ BJP പാർലമെന്ററി ബോഡി യോഗവും ഇന്ന് ചേരുന്നുണ്ട്. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കലാണ് പ്രധാന അജണ്ട. ചർച്ചകൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഗോപിക, വൈകിട്ട് 6 മണിക്ക് BJPയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിലാണ് യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. 2 തരത്തിലാണ് യോഗം ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് BJPയുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേരും. അതിനുശേഷം നാളെ NDA യോഗവും ചേരുന്നുണ്ട്. ഇന്ന് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഒരു ഔദ്യോഗിക തീരുമാനത്തിലേക്ക് എത്തും. അതിനുശേഷം അത് നാളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ NDA മീറ്റിംഗിൽ അറിയിക്കും എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. പ്രധാനമന്ത്രിയെയാണ് സ്ഥാനാർത്ഥിയെ കണ്ടെത്താനായി നേരത്തെ തന്നെ NDA യോഗം ചുമതലപ്പെടുത്തിയത്. BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദയും ഈ 2 പേർ തീരുമാനിക്കട്ടെ എന്നൊരു നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. വളരെ കൃത്യമായി തന്നെ ഒരു ഭാഗം നേതാക്കൾ പറയുന്നത് BJPയുടെ രാഷ്ട്രീയ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ആളായിരിക്കണം ഉപരാഷ്ട്രപതിയായി വരേണ്ടത് എന്നുള്ളതാണ്. വെങ്കയ്യനായിഡു ഉപരാഷ്ട്രപതിയായിരുന്ന സമയത്ത് നമുക്ക് കൃത്യമായി തന്നെ അറിയാം, വളരെ കൃത്യമായി, അതായത് പ്രതിപക്ഷത്തെ അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുകയൊക്കെ ചെയ്യുമ്പോഴും കൃത്യമായി തന്നെ സർക്കാരിന്റെ നിലപാടുകൾ, BJPയുടെ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ വെങ്കയ്യനായിഡുവിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആ പദവിയിലേക്ക് വീണ്ടും അദ്ദേഹത്തെ കൊണ്ടുവരണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ മറ്റു ചില പേരുകൾ, ഗവർണർമാർ, ലഫ്റ്റനന്റ് ഗവർണർമാർ, മുൻ ഗവർണർമാർ അടക്കമുള്ളവരെ പേരുകൾ കൂടി പരിഗണിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇക്കാര്യത്തിൽ RSSന്റെ കൂടി നിലപാടുകൾ
നിർണായകമാണ്. ഏതായാലും ഈ ഘട്ടത്തിൽ BJPയുമായി വൈസ് പ്രസിഡന്റ് ഉപരാഷ്ട്രപതിയുടെ കാര്യത്തിൽ ഒരു തർക്കത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളത് റാം മാധവ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, RSSന്റെ നേതാക്കൾ വ്യക്തമാക്കുകയും ഒക്കെ ചെയ്തതാണ്. ഏതായാലും ഈ ഘട്ടത്തിൽ ഇന്ന് വൈകിട്ട് യോഗം ചേരും. നാളെ NDAയുടെ യോഗം ചേരുന്നതോടുകൂടി തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാവും. മറ്റൊന്ന്, പ്രതിപക്ഷ നിരയിൽ നിന്ന് ഉപരാഷ്ട്രപതി ആരാകണമെന്ന് അത് സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്കും ചർച്ചകളിലേക്കും തിങ്കളാഴ്ച കടക്കുമെന്നുള്ളതാണ് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, 21-നാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. സെപ്റ്റംബർ 9-നാണ് തെരഞ്ഞെടുപ്പ്. ഡൽഹിയിൽ നിന്നും KK പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. ഇനി വടക്കൻ കേരളത്തിൽ വീണ്ടും മഴ കനക്കും. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലും യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുമുണ്ട്. വിവരങ്ങളുമായി വർഷയുണ്ട്. വർഷ, മഴയ്ക്ക് ഒരു കുറവുമില്ല, മുന്നറിയിപ്പൊക്കെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ടല്ലോ. അതെ ഗോപിക, ഇന്നലെ മുതലാണ് വടക്കൻ കേരളത്തിൽ പലയിടങ്ങളിലും വീണ്ടും മഴ ശക്തമായത്. ഇന്ന് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് 3 ജില്ലകളിൽ, അതായത് മലപ്പുറം, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ അലർട്ടാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത പുലർത്താൻ നിർദ്ദേശമുണ്ട്. ഇതോടൊപ്പം മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ കാറ്റിൻ്റെ കാര്യമാണ്. കാറ്റ് ശക്തമാകുമെന്നുള്ള കാര്യം കൂടെ കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. അതോടൊപ്പം തന്നെ ചിലയിടങ്ങളിൽ അത് 60 കിലോമീറ്ററോളം ആകാമെന്നുള്ള കാര്യം കൂടെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യ തൊഴിലാളികൾക്കടക്കം പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. നാളെയും കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും മലയോര തീരദേശ മേഖലയിലുള്ളവരോട് പ്രത്യേക ജാഗ്രത പുലർത്താനാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. ശരി, കോഴിക്കോട് നിന്നും വർഷയാണ് വിവരങ്ങൾ നൽകിയത്. മധ്യ കേരളത്തിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് നൽകിയിട്ടുള്ളത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ചാലക്കുടി പുഴയുടെ ജലനിരപ്പ് ഉയർന്നതിനാൽ പാറക്കടവ്, കുന്നുകര, പുത്തൻവേലിക്കര, ചേന്നമംഗലം പ്രദേശങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ഇടുക്കിയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴിയുള്ള രാത്രികാല യാത്രയും നിരോധിച്ചു. എറണാകുളത്ത് നിലവിൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിലെ ഇളവുകൾക്കായുള്ള ചർച്ചകൾ നിർത്തിവെച്ച് അമേരിക്ക. ചർച്ചകൾക്കായി ഓഗസ്റ്റ് 25-ന് US സംഘം എത്തില്ലെന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു. ഇന്ത്യക്കുള്ള ഇറക്കുമതി ചുങ്കം 50% സാഹചര്യത്തിൽ ഇളവുകൾക്കുള്ള സാഹചര്യം ചർച്ച ചെയ്യാനായിരുന്നു അമേരിക്കൻ വ്യാപാര സംഘത്തിന്റെ വരവ് നിശ്ചയിച്ചിരുന്നത്. യാത്ര റദ്ദാക്കിയതോടെ അടുത്തെങ്ങും ഇന്ത്യക്ക് നികുതി ഇളവ് നൽകില്ലെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. ഇത് ഇന്ത്യക്ക് തിരിച്ചടിയാണ്. പാലം നിർമ്മാണത്തിനായി എത്തിച്ച ഇരുമ്പ് ചങ്ങാടം ആർക്കും വേണ്ടാതെ അനാഥമായതോടെ ദുരിതത്തിലാണ് ആലപ്പുഴ കുരുവാറ്റ കുറിച്ചിക്കൽ നിവാസികൾ. കുറിച്ചിക്കലിലെ ബോട്ട് ജെട്ടിക്ക് മുന്നിൽ ചങ്ങാടം അടിഞ്ഞതോടെ ഇവിടേക്ക് ബോട്ടുകളും വള്ളങ്ങളും അടുപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കരുവാറ്റയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കരുവാറ്റ നെടുമുടി പാലത്തിന്റെ നിർമ്മാണ ആവശ്യത്തിനായി എത്തിച്ച ഇരുമ്പ് ചങ്ങാടമാണ് പമ്പയാറിൽ അനാഥമായി കിടക്കുന്നത്. കുറിച്ചിക്കൽ പള്ളിക്ക് മുന്നിലെ ബോട്ട് ജെട്ടിക്ക് മുമ്പിൽ കിടക്കുന്ന ചങ്ങാടം ഇവിടെ എത്തുന്ന യാത്രക്കാർക്ക് തലവേദനയാകുകയാണ്. ചങ്ങാടം അടിഞ്ഞ ബോട്ട് ജെട്ടി നിലവിൽ കാടുകയറിയ നിലയിലുമാണ്. ചങ്ങാടം തടസ്സമായി കിടക്കുന്നതിനാൽ ബോട്ടുകളും വള്ളങ്ങളും ജെട്ടിയിൽ അടുപ്പിക്കാൻ കഴിയാത്ത സ്ഥിതിയായി. ബോട്ട് ജെട്ടിക്ക് വളരെയേറെ തടസ്സം ഉണ്ടാക്കിയ രീതിയിൽ ഇവിടെ കിടക്കുകയാണ്. ഇവിടെയാണ് ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാക്ടീസൊക്കെ നടന്നത്. ഇപ്പോൾ കാരിച്ചാൽ ചുണ്ടൻ്റെ നെഹ്റു ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനം ഈ ട്രാക്കിൽ കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബോട്ട് ജെട്ടിയിൽ ഇവിടെ അടുപ്പിക്കാനൊക്കാത്തത് മൊത്തം പലർക്കും ഇവിടെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സ്ഥലത്തുള്ള പിച്ചിങ്ങിനോട് സമീപമാണ് ഈ വള്ളം അടുപ്പിക്കുന്നത്. അപ്പോൾ പ്രായമായവരൊക്കെ പല പ്രാവശ്യം വെള്ളത്തിൽ വീഴുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അടിയന്തരമായിട്ട് മാറ്റിയില്ലെങ്കിൽ വൻ അപകടമാണ് നടക്കാൻ പോകുന്നത്. ചാമ്പ്യൻസ് ലീഗ് വള്ളംകളി ഉൾപ്പെടെ നടക്കുന്ന പമ്പയാറിൽ ഉപേക്ഷിക്കപ്പെട്ട ചങ്ങാടം മൂലം അപകടങ്ങളിൽപ്പെടുന്നവർ നിരവധിയാണ്. 2016 പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയെങ്കിലും 2018 പ്രളയത്തിൽ നിർമ്മാണം പൂർണ്ണമായും നിലച്ചു. പിന്നീട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് നിർമ്മാണം പുനരാരംഭിച്ചത്. ഇതോടെ ആദ്യഘട്ടത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി എത്തിച്ച ചങ്ങാടം ആർക്കും വേണ്ടാതെ അനാഥമാകുകയായിരുന്നു. ജലഗതാഗതത്തെ മാത്രം ആശ്രയിക്കുന്ന പ്രദേശവാസികൾക്ക് ഇനിത് തീരാ ദുരിതമാണ് സമ്മാനിക്കുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ. കോഴിക്കോട് വേങ്ങേരി മേൽപ്പാലത്തിൽ ട്രാഫിക് സിഗ്നലുകളോ മറ്റ് ഗതാഗത നിയന്ത്രണങ്ങളോ ഇല്ലാത്തത് പ്രതിസന്ധിയാകുന്നു. 6 ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ ഒരേ സമയം കടന്നുപോകുന്ന റോഡിൽ അപകട സാധ്യതയും കൂടുതലാണ്. നിയന്ത്രണങ്ങൾ ഇല്ലാത്തതിനാൽ പല വാഹനങ്ങളും നിയമം തെറ്റിച്ച് തോന്നിയ വഴിയാണ് കടന്നുപോകുന്നത്. കഴിഞ്ഞ കുറച്ചു മാസമാണ് പ്രവൃത്തി പൂർത്തിയാക്കിയ മേൽപ്പാലം ജനങ്ങൾക്ക് തുറന്നു നൽകിയത്.
നിറത്തിലുള്ള വാഹനങ്ങളാണ് വേങ്ങേരി മേൽപ്പാലത്തിലൂടെ കടന്നു പോകുന്നത്. ട്രാഫിക് സിഗ്നലുകളോ മറ്റ് ഗതാഗത നിയന്ത്രണങ്ങളോ ഇല്ലാത്തതിനാൽ ഒരേ സമയം പാലത്തിലെത്തുന്ന വാഹനങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുന്ന അവസ്ഥയാണ്. ബാലുശ്ശേരി, കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങളും കുണ്ടൂപ്പറമ്പ്, മലാപ്പറമ്പ് ഭാഗങ്ങളിൽ നിന്നും സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങളുമാണ് ഇതുവഴി കടന്നു പോകുന്നത്. നിയന്ത്രണങ്ങൾ ഒന്നുമില്ലാത്തതിനാൽ നിയമം പാലിക്കാതെ തോന്നിയ വഴിയാണ് പല വാഹനങ്ങളും തലങ്ങും വിലങ്ങും ഓടുന്നത്. അതുകൊണ്ട് തന്നെ ട്രാഫിക് സിഗ്നലോ ട്രാഫിക് പോലീസിന്റെ സാന്നിധ്യമോ മേൽപ്പാലത്തിൽ ഉണ്ടാകണമെന്നാണ് ജനങ്ങൾ പറയുന്നത്. ഈ സർവീസ് റോഡ് ഇവിടെ വൺ വേ അല്ല. അപ്പോൾ സർവീസ് റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും വരും വണ്ടി. അപ്പോൾ ഒരു റോഡിൽ നിന്ന് ആദ്യം ഒരു ഭാഗത്തേക്ക് മാത്രമാണ് കുഴപ്പമില്ല. ഈ സർവീസ് റോഡിൽ നിന്ന് വൺ വേ അല്ല എന്ന് അതോറിറ്റി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടംമാതിരി ആക്സിഡൻ്റ് ഉണ്ടാവും. ഇവിടെ അമ്പിട്ടൊരു കാര്യമില്ല. അപ്പോൾ ഒരു പോലീസ് ഉണ്ടെങ്കിൽ താഴെ അണ്ടർപാസിൽ പോലീസുണ്ട്. അതേമാതിരി ഒരു PC ഇവിടെ ഇടുകയാണെങ്കിൽ കുറേ കാര്യമായി കിട്ടും. ജനത്തിരക്കേറുന്ന രാവിലെയും വൈകിട്ടും ഇവിടെ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. കാൽനട യാത്രക്കാരെ സംബന്ധിച്ചും റോഡ് ക്രോസ് ചെയ്യുക എന്നത് വലിയ പ്രതിസന്ധിയാണ്. ഏതു വഴി വാഹനം കടന്നു വരുമെന്ന് അറിയാത്തതിനാൽ ഭയന്നുകൊണ്ട് വേണം റോഡ് ക്രോസ് ചെയ്യാൻ. വലിയ അപകടം ഉണ്ടാകും മുമ്പ് ട്രാഫിക് സിഗ്നലുകൾ സ്ഥാപിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ഉയരുന്ന ആവശ്യം. അമൃത ന്യൂസ്, കോഴിക്കോട്. ഏറെ വിവാദങ്ങൾക്കും കോടതി വിമർശനങ്ങൾക്കും വഴിയൊരുക്കിയ ഇടുക്കി ചിന്നക്കനാലിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമാകുന്നു. ചിന്നക്കനാലിൽ പുതിയ മാലിന്യ പ്ലാന്റിന്റെ നിർമ്മാണം ആരംഭിച്ചു. ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ അനുവദിച്ച 20 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പ്ലാന്റ് നിർമ്മിക്കുന്നത്. ദിവസേന നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടുക്കി ചിന്നക്കനാലിൽ ഏറ്റവും വലിയ പ്രതിസന്ധി മാലിന്യ പ്രശ്നമായിരുന്നു. മാലിന്യ സംസ്കരണത്തിന് വേണ്ട സംവിധാനമില്ലാതെ വലിയ കുഴിയിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുകയായിരുന്നു. ഇവിടെ നിന്നും ആന മാലിന്യം ഭക്ഷിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവരികയും കോടതിയുടെ വിമർശനമുണ്ടാവുകയും ചെയ്തു. പിന്നീട് പഞ്ചായത്ത് മാലിന്യ സംസ്കരണ പദ്ധതിയുമായി രംഗത്തെത്തിയെങ്കിലും സ്ഥലം ലഭിച്ചിരുന്നില്ല. ഇതോടെ സ്ഥലം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് റവന്യൂ വകുപ്പിനെ സമീപിച്ചു. തുടർന്ന് വിലക്കു ഭാഗത്ത് 1 ഏക്കർ സ്ഥലം പഞ്ചായത്തിന് വിട്ടു നൽകി. നടപടികൾ പൂർത്തീകരിച്ച് ഇവിടെ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. 2 വർഷമായി നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ശുചിത്വ മിഷന്റെ ഫണ്ട് ഉപയോഗിച്ചതിൻ്റെ ഒരു മാലിന്യത്തിൻ്റെ പ്രശ്നം നമുക്ക് ഈ പ്ലാന്റ് വന്നതോടുകൂടി നമുക്ക് പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ജൈവമാലിന്യം അജൈവമാലിന്യം തരംതിരിക്കുന്ന രീതിയിലുള്ള പ്ലാന്റാണ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത്. ജൈവമാലിന്യം സംസ്കരിച്ച് പ്ലാന്റിൽ നിന്നും ജൈവവളം ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് ഉപയോഗിക്കാനും കഴിയും. കൂടാതെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ച് മാറ്റുന്നതിനും വേണ്ട സംവിധാനം പ്ലാന്റിലുണ്ടാകും. 1 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. ശുഭാംശു ശുക്ല ഇന്ത്യയിലെത്തി. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ശുഭാംശു ശുക്ലയ്ക്ക് രാജ്യത്തിന്റെ ആദരവ് അർപ്പിക്കും. നാളെ ലോക്സഭയിലെത്തുന്ന അദ്ദേഹം തന്റെ അനുഭവം പാർലമെന്റിൽ പങ്കുവയ്ക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ശുഭാംശു ശുക്ല കൂടിക്കാഴ്ച നടത്തിയേക്കും. 23-ന് ഡൽഹിയിൽ നടക്കുന്ന ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തിലും അദ്ദേഹം പങ്കെടുക്കും. സ്വദേശമായ ലക്നൌവിൽ അദ്ദേഹം പഠിച്ച സിറ്റി മോണ്ടിസറി സ്കൂളിലും അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. 1 വർഷത്തിനു ശേഷമാണ് ശുഭാംശു ശുക്ല ഇന്ത്യയിലെത്തുന്നത്. പഴമയുടെ പായസ രുചി വൈവിധ്യങ്ങളെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തി അമൃത ടിവിയുടെ കുക്കറി റിയാലിറ്റി ഷോ കോട്ടയത്ത് നടന്നു. അമൃത ടിവിയുടെ 20ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി അമൃത ആഘോഷം എന്ന പേരിൽ ഏറ്റുമാനൂർ ഗ്രാൻഡ് അരീന കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി നടന്നത്. വൻ താരനിര പങ്കെടുത്ത കലാവിരുന്നും അമൃത ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. കേരളത്തിന്റെ തനത് പായസം രുചികളെ പുനരവതരിപ്പിച്ച് 10 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ചേരുവകളിലെ വൈവിധ്യം രുചികളിൽ പ്രതിഫലിച്ചു. ചക്കയും കദളിപ്പഴവും പോലുള്ള പരമ്പരാഗത ചേരുവകൾക്ക് പുറമെ ശംഖുപുഷ്പവും മില്ലറ്റ്സും പോലുള്ള വ്യത്യസ്ത ചേരുവകൾ കൊണ്ടുള്ള വേറിട്ട രുചികളും അവതരിപ്പിക്കപ്പെട്ടു. ഞങ്ങൾ ശംഖുപുഷ്പം ഇപ്പം നല്ല ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നതാണല്ലോ. ശംഖുപുഷ്പമൊക്കെ പാല് കാച്ചിയെടുത്ത് പിന്നെ ക്യാരറ്റ്, വെർമിസെല്ലി എല്ലാം കൂടി ചേർത്ത് വെച്ചൊരു അടുപ്രഥമനാണ് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിയത്. അമ്മയും കുട്ടികളുമായുള്ള ഊഷ്മള ബന്ധത്തെ പരിപോഷിപ്പിക്കാനും കൂടി ലക്ഷ്യമിട്ടായിരുന്നു പരിപാടി. ഓരോ ടീമിലും അമ്മയ്ക്കൊപ്പം മക്കളും പങ്കാളികളായി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എനിക്ക് എൻ്റെ മോൻ്റെ കൂടെ ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് എൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു. അതെനിക്ക് അമൃതയിലൂടെ സാധിച്ചു. സുഹൃതം കാറ്ററിംഗ് എന്ന ബ്രാൻഡിലൂടെ കേരളീയ രുചിഭേദങ്ങളുടെ പ്രചാരകനായ SK സുബ്രഹ്മണ്യൻ, അമൃത ടിവിയുടെ ജനപ്രിയ പരിപാടിയായ ആനീസ് കിച്ചണിന്റെ അവതാരകയും സിനിമ ടെലിവിഷൻ താരവുമായ ആനി എന്നിവർ വിധികർത്താക്കളായി. മിൽമ, ഡെവൺ എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ന് അമൃതയുടെ ഈ പ്രോഗ്രാം ചെയ്യുന്നതിൽ ഡെവോണിന് വളരെ സന്തോഷമുണ്ട്. കാരണം ഇത്തരം പരിപാടികൾ ഒന്ന് നമ്മൾ പലതരത്തിലുള്ള ആർട്ടിസ്റ്റുകളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നതാണ്. പുതിയ തലമുറയ്ക്കുള്ള ഒരുപാട് പ്രോഡക്ട്സാണ് ഇവിടുന്ന് അങ്ങോട്ട് ഡെവോൺ ഫുഡ്സിൽ വരുന്നത്. കാരണം ഈ റെഡി ടു ഈറ്റ്, റെഡി ടു കുക്ക് എന്ന് പറഞ്ഞ കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട്.
ആർക്കും സമയം എല്ലാവർക്കും ഒരു പരിധി കഴിയുമ്പം ബുദ്ധിമുട്ടായി വരികയാണ്. നടി ശ്വേതാ മേനോൻ, സംഗീത സംവിധായകൻ ശരത് തുടങ്ങിയവരും അമൃത ടിവിയിലെ വിവിധ ജനപ്രിയ പ്രോഗ്രാമുകളിലെ താരങ്ങളും ഉൾപ്പെടെ വൻ താരനിര അണിനിരന്ന കലാവിരുന്നും അരങ്ങേറി. അമൃതഘോഷം ദൃശ്യവിരുന്ന ഓണനാളുകളിൽ അമൃത TV പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അമൃത ന്യൂസ്, കോട്ടയം. ചിരട്ട കൊണ്ടുള്ള കരകൗശല നിർമ്മാണത്തിൽ പുതുമ കണ്ടെത്തുകയാണ് ഇടുക്കിയിൽ നിന്ന് ഒരു കലാകാരൻ. ഉടുമ്പൻചോല ശാന്തരുവി സ്വദേശിയായ ബിനേഷാണ് ചിരട്ട ശില്പ നിർമ്മാണത്തിൽ വൈവിധ്യ കാഴ്ചകൾ ഒരുക്കുന്നത്. കൊറോണ കാലത്തെ രാജ്യത്തിന്റെ പോരാട്ടം ഓർമ്മിപ്പിക്കുന്ന ശില്പം. ചെറുതായി മുറിച്ചെടുത്ത് പോളിഷ് ചെയ്ത 480 പരം ചിരട്ട കഷ്ണങ്ങൾ ചേർത്തൊരുക്കിയ ശ്രീനാരായണ ഗുരുദേവന്റെ ശില്പം. വാച്ച്, വിളക്ക്, മുയൽ, പക്ഷികൾ, ഇങ്ങനെ ബിനേഷിന്റെ കരവിരുതിൽ ഒരുങ്ങിയ നിർമ്മിതികൾ നിരവധിയാണ്. മാല, ഇങ്ങനത്തെ ചെറിയ ചെപ്പുകൾ, ഗ്ലാസ്. ഈ ഗ്ലാസ്സൊക്കെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാവുന്ന പറ്റാണ്. ജഗ് പോലുള്ള സാധനങ്ങൾ, ആ കിണ്ടിയൊക്കെ അത് ഉപയോഗിക്കാവുന്ന സാധനങ്ങൾ തന്നെയാണ്. ഇനി കഴിഞ്ഞിടയ്ക്ക് ഉണ്ടാക്കിയതാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു രൂപം. 486 പീസുകൾ ഒട്ടിച്ച് ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ മുത്ത്, ഇതൊരു മുത്തെന്ന് പറയുമ്പം ഒരു 5-6 പീസുകൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയതാണ്. ഇത് നല്ല സമയമെടുക്കുന്ന സാധനങ്ങളാണ്. കുട്ടിക്കാലം മുതൽ ചിരട്ട ശില്പ നിർമ്മാണത്തിൽ ബിനേഷ് മികവ് തെളിയിച്ചിരിക്കുന്നു. ഉപജീവന മാർഗമായ വയറിംഗ് ജോലിക്കിടെ ലഭിക്കുന്ന ഒഴിവു സമയത്താണ് ഇപ്പോൾ വിവിധ കൗതുക വസ്തുക്കൾ ഒരുക്കുന്നത്. മനസ്സിൽ വരച്ചിടുന്ന രൂപത്തിനനുസൃതമായി ചിരട്ടകൾ മുറിച്ചെടുത്ത് ചേർത്ത് ഒട്ടിച്ച് പോളിഷ് ചെയ്താണ് ഓരോ നിർമ്മിതിയും ഒരുക്കുന്നത്. ചിരട്ടകൾ ചെറുമുത്തുകളുടെ രൂപത്തിലാക്കിയൊരുക്കുന്ന കൈച്ചെയിനുകൾക്കും മാലകൾക്കും ഇപ്പോൾ ആവശ്യക്കാർ ഏറെയുണ്ട്. പിന്നെ ഇത് കൈ ചെയിൻ, ബ്രേസ്ലെറ്റ്, ഇത് ചിരട്ടയുടെ മുത്തുകളാണ്. അതിൽ വെള്ളി കെട്ടി കുറേ മുത്തുകൾ ഉപയോഗിച്ച് കൊന്ത ഉണ്ടാക്കുന്നുണ്ട്. കുറേ ആളുകൾ എന്താണെങ്കിലും ചോദിച്ചിട്ടുണ്ട്. ബ്രേസ്ലെറ്റും കൊന്തയൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിൻ്റെ കൊന്തകളുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് വെള്ളി കെട്ടാൻ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ചില ആൾക്കാർക്ക് സ്വർണ്ണമാണ് പറഞ്ഞിട്ടുള്ളത്. ഏതളവിലുള്ള മുത്തുകൾ ഉണ്ടാക്കി അതിനകത്ത് വെള്ളി കെട്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ള ഒരു ഇതിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ചിരട്ടയ്ക്കൊപ്പം തടി, ഈർക്കിൽ, മുള്ള തുടങ്ങിയവ ഉപയോഗിച്ചു ബിനേഷ് വിവിധ കൗതുക വസ്തുക്കൾ നിർമ്മിക്കാറുണ്ട്. അമൃത ന്യൂസ്, ഇടുക്കി. കോഴിക്കോട് നിന്ന് കാണാതായി വർഷങ്ങൾക്ക് ശേഷം ചേരമ്പാടി വനത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വയനാട് സ്വദേശി ഹേമചന്ദ്രന്റെ കൊലപാതകത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ബത്തേരി സ്വദേശി മെൽബിൻ മാത്യുവിനെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ കേസിലാകെ അറസ്റ്റിലായവരുടെ എണ്ണം 5ആയി. മുഖ്യപ്രതിയായ നൌഷാദ്, ജ്യോതിഷ് കുമാർ, അജേഷ്, വൈശാഖ് എന്നിവരാണ് നേരത്തെ അറസ്റ്റിലായവർ. കോഴിക്കോട് മായനാട്ടെ വാടക വീട്ടിൽ 2 വർഷത്തോളമായി താമസിക്കുകയായിരുന്ന ബത്തേരി സ്വദേശി ഹേമചന്ദ്രനെ കഴിഞ്ഞ വർഷം മാർച്ചിലാണ് കാണാതായത്. കാണാതായി 2 ദിവസത്തിനു ശേഷം കൊല നടത്തി എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. അമൃത യുവധർമ്മധാര തിരുവല്ല ഘടകത്തിന്റെ നേതൃത്വത്തിൽ ജനനി ജന്മഭൂമി എന്ന പേരിൽ സ്വാതന്ത്ര്യദിനാഘോഷം മാതാ അമൃതാനന്ദമയി തിരുവല്ല മഠത്തിൽ സംഘടിപ്പിച്ചു. ചടങ്ങിൽ പൂർവ്വ സൈനികരെയും ദേശീയ ദുരന്ത നിവാരണ സേന അംഗങ്ങളെയും ആദരിച്ചു. രാജ്യത്തിന്റെ 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം വിവിധ പരിപാടികളോടെ സമുചിതമായാണ് തിരുവല്ല മാതാ അമൃതാനന്ദമയി മഠത്തിൽ സംഘടിപ്പിച്ചത്. ദേശീയ ദുരന്ത നിവാരണ സേന ഇൻസ്പെക്ടർ ജയന്തോ കുമാർ മണ്ഡൽ ദേശീയ പതാക ഉയർത്തിയതോടെ പരിപാടികൾക്ക് തുടക്കമായി. തുടർന്ന് നടന്ന യോഗം തിരുവല്ല മാതാ അമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമിനി ഭവ്യാമൃതപ്രാണ ഉദ്ഘാടനം ചെയ്തു. പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തെക്കാൾ മഹത്തരമാണെന്ന പാഠമാണ് ഓരോ സ്വാതന്ത്ര്യദിനവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നതെന്ന് സ്വാമിനി ഭവ്യാമൃതപ്രാണ പറഞ്ഞു. ജനനി ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി. സുവർണലങ്ക എത്ര സമ്പന്നമാണെങ്കിലും അവനവൻ്റെ അമ്മയും അവരവരുടെ മാതൃരാജ്യവുമാണ് എല്ലാവർക്കും പ്രിയപ്പെട്ടത്.
അങ്ങനൊരു അഭിമാനം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മാതൃരാജ്യത്തിനോടുണ്ടാകണം. ചടങ്ങിൽ പൂർവ്വ സൈനികരെയും ദേശീയ ദുരന്ത നിവാരണ സേന അംഗങ്ങളെയും ആദരിച്ചു. അമൃത യുവധർമ്മധാര അംഗങ്ങളുടെ കലാപരിപാടിയും വേദിയിൽ നടന്നു. രാജ്യത്തിന്റെ അതിർത്തി കാത്ത പൂർവ്വ സൈനികരുടെ അനുഭവങ്ങൾ പങ്കുവച്ച പാനൽ ഡിസ്കഷനിൽ അമൃത യുവധർമ്മധാര അംഗങ്ങളും തിരുവല്ല ദേവസ്വം ബോർഡ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളും പങ്കെടുത്തു. ഭാരതത്തിന്റെ വടക്കേ അറ്റത്ത് നിന്നുള്ള മണ്ണ്, ഭാരതത്തിന്റെ തെക്കേ അറ്റമായ കന്യാകുമാരിയിൽ നിന്നുള്ള മണ്ണ്, സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ജന്മം കൊണ്ട് പവിത്രമായ അമൃതപുരിയിലെ മണ്ണ്, കുങ്കുമം എന്നിവ ചേർത്ത് തയ്യാറാക്കിയ അക്ഷതം ചടങ്ങിൽ വിതരണം ചെയ്തു. മണ്ണ് കയ്യിൽ പിടിച്ച് രാജ്യസ്നേഹം അരക്കിട്ടുറപ്പിക്കുന്നതിന് യുവാക്കളുടെ പങ്കിനെ ഉദ്ബോധിപ്പിക്കുന്ന പ്രതിജ്ഞയ്ക്ക് ശേഷം ദേശീയ ഗാനത്തോടെയാണ് ആഘോഷ പരിപാടികൾ അവസാനിച്ചത്. അമൃത ന്യൂസ്, ആലപ്പുഴ. ജില്ലാ സഹോദയ 4ാമത് തായ്ക്കോണ്ടോ ചാമ്പ്യൻഷിപ്പ് ആലപ്പുഴ അമൃത സെന്റ് മേരീസ് റെസിഡൻഷ്യൽ സെൻട്രൽ സ്കൂളിൽ നടന്നു. ജില്ലാ അഡീഷണൽ SP ജിൽസൺ മാത്യു മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സഹോദയ പ്രസിഡന്റ് ഡോക്ടർ നൌഷാദെ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ അമൃത സ്കൂൾ മാനേജർ GS സജികുമാർ, സ്കൂൾ പ്രിൻസിപ്പൽ ജയമോൾ PT, ജില്ലാ തായ്ക്കോണ്ടോ അസോസിയേഷൻ പ്രസിഡന്റ് ജോളി MJ, ജില്ലാ സഹോദയ ജോയിന്റ് സെക്രട്ടറി സിസ്റ്റർ സെബി മേരി എന്നിവർ പങ്കെടുത്തു. 6 കാറ്റഗറികളിലായി 270ഓളം വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു. സ്പാനിഷ് ലീഗിൽ ബാഴ്സലോണയ്ക്ക് ജയം. മലോർക്കയ്ക്കെതിരെ മറുപടിയില്ലാത്ത 3 ഗോളിലാണ് ബാഴ്സലോണയുടെ വിജയം. പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കും ജയം. മറുപടിയില്ലാത്ത 4 ഗോളിനാണ് മാഞ്ചസ്റ്റർ വൂൾഫ്സിനെ തോൽപ്പിച്ചത്. മറ്റ് മത്സരത്തിൽ ടോട്ടനത്തിനും സണ്ടർലാൻഡിനും ജയം. ബ്രൈറ്റൺ ഫുൾഹാം മത്സരം സമനിലയിൽ കലാശിച്ചു. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം പതിപ്പിലെ ടീമുകളുടെ ഔദ്യോഗിക ലോഞ്ചിംഗ് തിരുവനന്തപുരത്ത് നടന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ അംഗമായ കൊച്ചി ബ്ലൂ ടൈഗേഴ്സും രഞ്ജി ട്രോഫി ടീം നായകൻ സച്ചിൻ ബേബി നയിക്കുന്ന കൊല്ലം സെയിലേഴ്സും ഉൾപ്പെടെ കരുത്തരായ 6 ടീമുകളാണ് ഈ മാസം 21-ന് ആരംഭിക്കുന്ന ലീഗ് മത്സരങ്ങളിൽ ഏറ്റുമുട്ടുന്നത്. ട്രിവാൻഡ്രം റോയൽസ്, ഏരീസ് കൊല്ലം സെയിലേഴ്സ്, കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്, കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ്, ഫിനസ് തൃശൂർ ടൈറ്റൻസ്, ആലപ്പി റിപ്പിൾസ് എന്നിങ്ങനെ 6 ടീമുകളാണ് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകുന്ന കേരള ക്രിക്കറ്റ് ലീഗ് 2ാം പതിപ്പിൽ മാറ്റുരയ്ക്കുന്നത്. തിരുവനന്തപുരത്ത് 6 ടീമുകളുടെയും ലോഞ്ചിംഗ് പ്രൗഢഗംഭീരമായി നടന്നു. ടീം ഉടമസ്ഥരോടൊപ്പം എല്ലാ കളിക്കാരും ഒരേ വേദിയിൽ KCL ട്രോഫിക്ക് അഭിമുഖമായി അണിനിരന്നു. കൊച്ചി ടീമിൽ ഇടം നേടിയ തിരുവനന്തപുരത്തുകാരനായ സഞ്ജു സാംസൺ തന്റെ ടീമിൻ്റേത് തിരുവനന്തപുരം സ്റ്റൈൽ കളിയായിരിക്കുമെന്ന് വ്യക്തമാക്കി. താൻ അഹങ്കാരിയാണെന്ന പറച്ചിലിനും സഞ്ജു വേദിയിൽ മറുപടി നൽകി. ഒരു കൊച്ചി ടീമാണെങ്കിലും ഒരു തിരുവനന്തപുരം സ്റ്റൈൽ തന്നെ കളിക്കല്ലേ. തിരുവനന്തപുരം സ്റ്റൈലിലാണ് കളിക്കുന്ന ഒരു കൊച്ചി ടീം, അതാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. അതെ, ഒന്നും നോക്കാതെ ബോൾ നോക്കുക, വലിച്ചങ്ങ് അടിക്കുക. തൻ്റെ ഇടം തന്നെയാണ്. കൂടുതൽ നമ്മൾ ഒരു ക്രിക്കറ്ററായിട്ട് ഇന്ത്യൻ ടീമിലും കേരള ടീമിലും IPL ടീമിലും കളിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ഒരു തൻ്റെ ഇടമാണ്, ഒരു കോൺഫിഡൻസ് ആണ്. അത് നാട്ടുകാർ നമ്മുടെ കൂടെ ഉള്ളവർ തന്നെ പലതും പറയും, കുറച്ച് അഹങ്കാരമായിപ്പോയി സഞ്ജു, പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ കുറച്ച് അഹങ്കാരമായിപ്പോയി എന്നൊക്കെ പലതും പറയും. പക്ഷേ ആ അഹങ്കാരം നിങ്ങൾ ഒരു ദിവസം നിങ്ങളെ ഒരു സ്റ്റേജിൽ ഇങ്ങനെ ഒരു ദിവസം എത്തിക്കും. അതിനൊരു കോൺഫിഡൻസ് വേണം. ആ കോൺഫിഡൻസ് ഇല്ലാതെ ഗ്രൗണ്ടിൽ ഇറക്കാൻ പാടില്ല. നമ്മൾ കോൺഫിഡൻസ് എറഗൻസ് ആയാലും കുഴപ്പമില്ല, പക്ഷേ ഗ്രൗണ്ടിൻ്റെ പുറത്തിറങ്ങിയിട്ട് നമ്മൾ ഹമ്പിളായിരിക്കണം. KCL ഭാഗ്യചിഹ്നമായ ബാറ്റേന്തിയ ആനക്കൊമ്പന് വീരുവെന്നും വേഴാമ്പലിന് ചാരുവെന്നും വേദിയിൽ പേരു നൽകി. ചടങ്ങിൽ KCL ഗവേണിംഗ് ചെയർമാൻ നാസർ മച്ചാൻ KCL ട്രോഫിയോടൊപ്പം 6 ടീമുകളുടെയും നായകന്മാരെ പരിചയപ്പെടുത്തി. ഔദ്യോഗിക ലോഞ്ചിംഗ് പൂർത്തിയായതോടെ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 6 വരെ നടക്കുന്ന KCL 2ാം പതിപ്പിന്റെ പോരാട്ടത്തിന് അംഗം കുറിച്ചു കഴിഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.